സെൻറ്റ് മേരീസ് ഐ ടി ഐയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ 3 പാഠഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. അടുത്ത പാഠഭാഗം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നോക്കാം. ഏത് വസ്തുക്കളായാലും ധാരാളം പാർട്ടിക്കിൾസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ പാർട്ടിക്കിളും ഗ്രാവിറ്റി മൂലം ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഓരോ പാർട്ടിക്കിൾസും ഉള്ള ഫോഴ്സുകൾ ഈക്വലും പാരലലും അതുപോലെ തന്നെ ഒരേ ദിശയിലേക്ക് ആക്ട് ചെയ്യുന്നവരുമാണ്. എന്നാൽ ഈ ഗ്രൂപ്പ് ഓഫ് ഫോഴ്സിന് ഈക്വലായിട്ട് ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാകുന്നു. അതാണ് W എന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. W എന്ന് പറയുന്ന ആ റിസൾട്ടൻ്റ് ഫോഴ്സ് ഒരു പ്രത്യേക പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്നു. ആ പ്രത്യേക പോയിന്റിനെ G എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് G ആണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അടുത്തത് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയാൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. പ്രധാനമായും 3 തരത്തിലുള്ള ഇക്വിലിബ്രിയമാണ് ഉള്ളത്. 1 സ്റ്റേബിൾ ഇക്വിലിബ്രിയം, 2 അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, 3 ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഇനി അടുത്തത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ആ ബോഡിയിൽ നമ്മൾ ചെറുതായി ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നൽകിയാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് ആ ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ചിത്രം നോക്കിയാൽ കാണാം, ഒരു കോൺ അതിൻ്റെ ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ അതിനെ ചെറുതായ രീതിയിൽ ഒന്ന് ചലിപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് പഴയ പൊസിഷനിലേക്ക് തന്നെ വരുന്നു. വേറെ 3 എക്സാമ്പിൾസ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ആ ബോഡിയെ നമ്മൾ ചെറിയ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ ബോഡി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ആ ബോഡി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന്. ഈ ചിത്രം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ എക്സാമ്പിളാണ്. ഒരു കോൺ അതിൻ്റെ ടിപ്പിൽ റെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ചെറിയ രീതിയിൽ അതിനെ ചലിപ്പിക്കുകയാണെങ്കിൽ അത് മറിഞ്ഞു വീഴുന്നു. ഒരിക്കലും അത് ടിപ്പിൽ തന്നെ നിൽക്കുകയില്ല. ഈ അവസ്ഥയാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മൂന്നാമതായി ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ആ ബോഡിയെ നമ്മൾ ചെറുതായൊന്ന് ചലിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനോട് സാമ്യമുള്ള മറ്റൊരു പുതിയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. ഇതിനെയാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ചിത്രത്തിൽ ഒരു കോൺ അതിൻ്റെ സൈഡിൽ റെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ചെറുതായി അതിനെ ഒന്ന് ചലിപ്പിച്ചാൽ അത് മുൻപ് ഉണ്ടായിരുന്ന
പൊസിഷന് സാമ്യമുള്ള മറ്റൊരു പൊസിഷനിലേക്ക് വരുന്നു. നമുക്ക് വീട്ടിൽ ചെയ്തു നോക്കാവുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണിതൊക്കെ. അടുത്ത പാഠഭാഗം സർക്കിൾ, സെഗ്മെൻറ്റ് ആൻഡ് സെക്ടർ ഓഫ് സർക്കിൾ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസിനെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യമായി സർക്കിൾ. ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും പഠിച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് r ആണെങ്കിൽ അതിൻ്റെ ഏരിയ πr², പെരിമീറ്റർ 2πr. അടുത്തത് സെക്ടർ ഓഫ് സർക്കിളാണ്. ഇത് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പഠിച്ച ഒരു പാഠഭാഗമാണ്. ഒരു സർക്കിളിൻ്റെ സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചിതമായ ഒരു എക്സാമ്പിൾ പറയാം. വൃത്താകൃതിയായ ഒരു കേക്ക് മുറിച്ചാൽ, അതിനെ പല കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഒരു പീസ് എടുത്ത് നോക്കിയാൽ അത് സെക്ടറിന് തുല്യമായിരിക്കും. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഒരു സെക്ടർ, ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് സെക്ടർ. സെക്ടറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² × θ/360. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ L + 2r യൂണിറ്റ്. ഇവിടെ L എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ 2πr × θ/360. അടുത്തത് നമുക്ക് സെമി സർക്കിൾ എന്താണെന്ന് നോക്കാം. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ നേർ പകുതി തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി തന്നെയാണ്. അതായത് ഏരിയ ഓഫ് സെമി സർക്കിൾ = πr²/2. എന്നാൽ സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതിയല്ല. ചിത്രത്തിൽ ഒരു സെമി സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് മുകളിലുള്ള ആർക്കിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ പാദഭാഗം ചേർത്തതുമാണ്. ആർക്ക് ഭാഗം എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പോൾ 2πr/2. പാദം എന്ന് പറയുന്നത് 2 ആരം ചേർന്നതാണ്. അപ്പോൾ 2r. ഇത് രണ്ടും കൂടി ചേർത്തെഴുതുമ്പോൾ 2πr/2 + 2r. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r × π+2 യൂണിറ്റാണ് ഒരു സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നോക്കാം. പ്രധാനമായും പരുപരുത്ത പ്രതലങ്ങളിലാണ് ഫ്രിക്ഷൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. 2 സോളിഡ് സർഫേസുകൾക്കിടയിൽ രൂപപ്പെടുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആ വസ്തുക്കൾ ചലിക്കുന്ന ദിശയ്ക്ക്
എതിർദിശയിലായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവയുടെ ചലനത്തിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് offered to motion experienced by bodies which are in contact. പിക്ചറിൽ ഒരു സർഫേസിലൂടെ ഒരു സോളിഡ് ബോഡി മൂവ് ചെയ്യുന്നു. അവിടെ അപ്ലൈ ചെയ്യുന്ന പുള്ളിംഗ് ഫോഴ്സാണ് എഫ്. അതിന് എതിരായാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഡബ്ല്യു എന്ന് പറയുന്നത് ആ സോളിഡ് ബോഡിയുടെ വെയ്റ്റ് ഫോഴ്സാണ്. അത് താഴേക്കാണ്, ഡൗൺവേർഡ് ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. നോർമൽ റിയാക്ഷൻ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള ഫ്രിക്ഷൻസാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യത്തേത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. റെസ്റ്റിലിരിക്കുന്ന 2 സോളിഡ് ഒബ്ജക്റ്റുകൾക്കിടയിൽ ഉള്ള ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. 2 ഓബ്ജക്റ്റുകൾക്കിടയിലുള്ള അപ്ലൈഡ് പുള്ളിംഗ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഈക്വലായാൽ അതിനെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. ഫ്രിക്ഷനിലെ രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് ഡൈനാമിക് ഫ്രിക്ഷനാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന 2 ഒബ്ജക്റ്റുകൾക്കിടയിലുണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നും പറയുന്നുണ്ട്. ഒരു വസ്തുവിന്മേൽ മറ്റൊരു വസ്തു സ്ലൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എപ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ ചെറുതായിരിക്കും. ഒരു പരന്ന പ്രതലത്തിൽ വൃത്താകൃതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ ചെറുതായിരിക്കും. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ ആണെന്നിരിക്കട്ടെ. ആ ബോഡിയുടെ ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റേഷ്യോയെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്നതിന് മ്യൂ എന്ന സിംബലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ ഓർ വെയ്റ്റ്. അതായത് മ്യൂ ഈക്വൽ ടു എഫ് ബൈ ഡബ്ല്യു. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഡബ്ല്യു വെയ്റ്റ്, ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ ആർ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. എ ഫോഴ്സ് ഓഫ് 40 കിലോഗ്രാം ഈസ് റിക്വയർഡ് ടു പുൾ എ വെയ്റ്റ് ഓഫ് 400 കിലോഗ്രാം ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഡിറ്റർമിൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇവിടെ നമുക്ക് ഫോഴ്സും വെയ്റ്റും തന്നിട്ടുണ്ട്. ഫോഴ്സ് 40 കിലോഗ്രാം ആൻഡ് വെയ്റ്റ് 400 കിലോഗ്രാം. രണ്ടിൻ്റെയും യൂണിറ്റ്
സെയിം ആയതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu equal to F/W equal to 40/400. Therefore mu equal to 0.1.